അപ്പോൾ എപ്പോഴും നമ്മളൊരു വർക്കിംഗ് പ്രോഗ്രസിന്റെ ബോർഡ് നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് തിരുത്താനും മാറ്റാനും വിജയിക്കാനൊക്കെ വളരെ ഈസിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ട്രാവൽസിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ഒരു എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ആ ഒരു ബിസിനസ്സിലേക്കൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിസിനസ്സുകൾ ചെയ്തു. പിന്നെയാണ് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് ദ സൊല്യൂഷൻ മാസ്റ്റർ? സൊല്യൂഷൻ മാസ്റ്റർ ആ പേരിൽ തന്നെയുണ്ട്, സൊല്യൂഷൻ നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോട്ടിവേഷൻ അല്ല, ഡയറക്ഷൻ അല്ല വേണ്ടത്. കാരണം ഡയറക്ഷന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെയും ഡയറക്ഷൻസ് നമുക്ക് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ, എല്ലാവരും ആൾറെഡി മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ വേണ്ടത് കുറേ പ്രശ്നങ്ങളുണ്ട് ബിസിനസ്സുകാർ നേരിടുന്നത്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളിലും ഒരുപാട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുക. ഈ സൊല്യൂഷൻ കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരു കാലത്ത് ബിസിനസ്സിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പരിഹാരം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഡിലേ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം പലയിടത്തും കിട്ടാനില്ല. കാരണം ബിസിനസ്സുകാർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന സംവിധാനം ഇത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് തന്നെയാണ്. അതിനെ റിയലൈസ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം 2015 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ ഈ 9 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 രാജ്യങ്ങളിൽ പോയിട്ട് 2 ലക്ഷം ബിസിനസ് ഓണേഴ്സിന് വ്യത്യസ്തമായ സൊല്യൂഷൻസ് കൊടുക്കുവാനും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് എന്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടായാലും, ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ധൈര്യത്തോടെ സാറിന് നമുക്ക് അപ്രോച്ച് ചെയ്യാം അല്ലേ? ദ സൊല്യൂഷൻ മാസ്റ്ററിലേക്ക് വരാനുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്തായിരുന്നു? മെയിനായിട്ടുള്ള പോയിന്റ് ഒന്നാമത് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങളെയാണ്. കാരണം ക്യാപിറ്റൽ ഇല്ലാതെ, കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാതെ, ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഒരുപാട് ഫെയിലിയർ ആവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് പറയുന്നത് മാസ്റ്റർ ഓഫ് ഫെയിലിയർ എന്നാണ് പറയുക. ബിസിനസ്സിൽ ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിസ്ഡം ഉണ്ട്. അത് ഒരു സൊല്യൂഷൻസ് ആണ്. പല ആൾക്കാരും ഈ പ്രശ്നങ്ങളിലൂടെയാണ് പല ബിസിനസ്സുകാരും കടന്നു പോകും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ സൊല്യൂഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 1-2 ഇൻസിഡൻറ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത്, അതായത് എനിക്കറിയുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ, അതുപോലെ തന്നെ നാട് വിട്ടുപോയ കുറേ ആളുകൾ, ഡിപ്രഷനിലേക്ക് കുറേ ആളുകൾ, കുറേ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടപ്പോൾ ഇവർക്കൊരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ 250 കോടി ബാധ്യത വന്നിട്ട് തൂങ്ങി മരിച്ചതുണ്ട്. അതുപോലെ നാട് വിട്ടുപോയ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് ഉണ്ട്. എൻ്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഡ്രഗ്സിലേക്ക് പോയ, ഡിപ്രഷനിലേക്ക് പോയവരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവാണ്ട് ഇവർക്ക് എന്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കൊടുക്കുക ഒരാളുണ്ട്. ഇപ്പോൾ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, പ്രശ്നം പറയുന്നു, അയാളെ സൊല്യൂഷൻ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ആവും. ദിവസങ്ങൾ ആ രോഗം കൊണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ പേടിച്ചു പോകും. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ തന്നെ 50% പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കി മെഡിസിൻ കഴിക്കുമ്പോഴേക്ക് പോകും. അപ്പം അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് അത് ഫിസിക്കലി ആണ്. മെന്റലി ബിസിനസ് പരമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ വളരെ കുറവാണ്. മെന്റലി ഉള്ളിടത്തും ആളുകൾ പോകാൻ മടിയാണ്. പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും ഇപ്പോൾ കറൻ്റ്ലി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത് കൊണ്ടാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. ഞാൻ കേട്ടിട്ടുണ്ട് സാർ നല്ലൊരു പ്രഭാഷകൻ കൂടി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ബിസിനസ്സിലേക്ക് എത്രത്തോളം സാറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്? അതിൽ പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ മദർ വളരെ വലിയൊരു ഡ്രീമറാണ്. അത് മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ എല്ലാ പാരൻസിനും ഉണ്ടാവും. പക്ഷേ എൻ്റെ ഉമ്മ ഒന്നുകൂടി വലിയ തരത്തിൽ ഡ്രീം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്നെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ പ്രഭാഷകനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതോടെ തന്നെ ആ പ്രഭാഷണത്തിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില വേദികളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ 7ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വേദിയിൽ കയറി പ്രഭാഷണം നടത്തുന്നത് 1 മിനിറ്റിൻ്റെ പ്രസംഗമാണ് മദ്രസയിലുള്ള ഒരു പരിപാടി. മാറ്റർ എന്ന് പറയുന്നത് മദ്രസയിൽ ഒരു നബിദിന പ്രോഗ്രാമിൽ ഒരു പ്രഭാഷണമാണ്, 1 മിനിറ്റിൻ്റെ പ്രഭാഷണം. അത് ഉമ്മ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ എന്നെ പഠിപ്പിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ ഞാനത് പഠിച്ചെടുത്ത് സ്റ്റേജിൽ കയറി. സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൽ കയറിയ സമയത്ത് തന്നെ പേടിച്ചുകൊണ്ടും എല്ലാം മറന്നു. അങ്ങനെ ഓടി ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടുവാണ്. ഓടി ഉമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച്, എല്ലായിടത്തും ചിരി വരുമല്ലോ സ്വാഭാവികമായിട്ടൊരു സദസ്സിൽ. അതാണ് എൻ്റെ ഒരു പ്രഭാഷണത്തിലുള്ള എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞൊരു വാക്ക് മേ ബി എൻ്റെ മനസ്സിൽ തറച്ചതായിരിക്കാം, നീ വലിയൊരു പ്രഭാഷകനാകുമെന്ന് പറഞ്ഞ്. അതിൻ്റെ ശേഷം പ്രഭാഷണ കലയിൽ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുകയും അവരിൽ
അവരിൽ നിന്ന് എന്നെ പ്രഭാഷണം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ചെയ്യാത്തതാണ്. പലപ്പോഴും നമ്മൾ വീക്കായിട്ടില്ല. ഞാൻ പല പഠനത്തിൽ പല വിഷയത്തിലും വീക്കായിരുന്നു. അതിലൊന്നും എന്നെ ട്യൂഷൻ വിട്ടിട്ടില്ല. കാരണം ഞാൻ വീക്കായതിലല്ല എനിക്ക് ട്യൂഷൻ വേണ്ടത്. എനിക്ക് സ്ട്രെങ്ത് ഉള്ളതിൽ, എനിക്ക് പാഷൻ ഉള്ളതിലും എൻ്റെ ഡ്രീമിലുമാണ് ട്യൂഷൻ വേണ്ടതെന്ന് എൻ്റെ മദർ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു ട്യൂഷനിലൂടെ ഞാൻ വ്യത്യസ്തമായ അധ്യാപകരിലൂടെ പ്രഭാഷണത്തിൻ്റെ പല മേഖലകളും പഠിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് 37ാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 4 day 3 night വിത്തൗട്ട് സ്ലീപ്പ് വിത്തൗട്ട് ഫുഡ് 73.15 hours കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് 2021 ഒക്ടോബർ 17 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് എൻ്റെ മദറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഒരു വലിയ എൻ്റെ ഉമ്മയുടെ സ്വപ്നം, എൻ്റെ ഉള്ളിലുള്ള പാഷനുമായിട്ടുള്ള, എൻ്റെ ഇൻബോൺ ടാലൻറ്റുമായിട്ടുള്ള ഈ പ്രഭാഷണ കലയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും പ്രഭാഷകൻ എന്നുള്ള ഒരു മിക്സിങ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ കാരണം. നിങ്ങൾ ചോദിച്ചത് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഉപകാരത്തിൽപ്പെട്ടു. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരെ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അതിലേക്ക് നമ്മൾ വരാം. അതിന് മുന്നേ എനിക്ക് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് അറിയാനുണ്ട്. ദ സൊല്യൂഷൻ മാസ്റ്ററിൽ നമ്മളിപ്പോൾ പറഞ്ഞു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ്, ഇഷ്യൂസ് ഒക്കെയാണ് നമുക്കതിൽ സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ചിന്ത വരും, ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ആ ഒരു ഹൈലൈറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ബിസിനസ് പേഴ്സണ് ദ സൊല്യൂഷൻ മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ബിസിനസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്, ചെറിയ സംരംഭകരുണ്ട്, വലിയ ബിസിനസ്സുകളുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ എലമെൻസുകളുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇൻറ്റേർണലി ഉള്ള പ്രശ്നങ്ങളാണ്. ഇൻറ്റേർണലി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പീപ്പിൾ ആയിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സെയിൽസോ മാർക്കറ്റിംഗോ ഓപ്പറേഷനോ ഫിനാൻസോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഇൻറ്റേർണൽ പ്രശ്നത്തിന് 2 വേർഡ്സിൽ നമുക്ക് പറയാം. ഒന്ന്, ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ വീക്ക്നെസ് ഉണ്ടാവും, സ്ട്രെങ്ത്തും ഉണ്ടാവും. ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന അവരുടെ കയ്യിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും, കുറച്ച് ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും. പക്ഷേ അതേപോലെ വീക്ക്നെസ്സുകളും ഉണ്ടാവും. മേ ബി ചില മാർക്കറ്റിൽ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയിലിയർ ആയിരിക്കാം, അതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റിലായിരിക്കും, പ്രോസസ്സിലായിരിക്കും. അപ്പോൾ ആ വീക്ക്നെസ് ആണ് അയാൾ ആ പ്രശ്നം ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ആദ്യത്തെ അനലൈസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്നത്. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതോടുകൂടി ഇൻറ്റേർണൽ പ്രശ്നം തീരും. എക്സ്റ്റേണൽ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പക്ഷേ അതേപോലെ ത്രെഡ്സും ഉണ്ടാവും. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്, ത്രെഡ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റർ ആണ്. കോമ്പറ്റീറ്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് വരും, ചിലപ്പോൾ ഇ കൊമേഴ്സ് വരും, ചിലപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനി വരും, ചില സമയത്ത് ഓപ്പോസിറ്റുള്ള കടക്കാരനായിരിക്കും. ഈ കോമ്പറ്റീറ്ററെ മറികടന്നുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം തീർക്കുക എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ അവർക്ക് ഹൈലൈറ്റിംഗ് ആണ്, ചിലപ്പോൾ യുണീക്ക്നെസ് കൊണ്ടുവരേണ്ടി വരും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്താ ചെയ്യാന്ന് പറയുമോ, ബിസിനസ്സുകാർ ഒന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്യും, ഒന്ന് കടയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും, അതുകൊണ്ട് പ്രശ്നം തീരില്ല. 2, ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുന്നത് പോലെ ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാൻ അവർ ചെയ്യാന്ന് വെച്ചാൽ ആളുകളൊന്ന് മാറ്റി വെക്കും. ആളുകളെ മാറ്റിയോണ്ട് കാര്യമില്ല, പ്രോസസ്സിലാണ് പ്രശ്നമെങ്കിലോ ആളെ മാറ്റി, പ്രൊഡക്റ്റിലാണോ ഫെയിലിയർ എങ്കിലോ ആളെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും, ഇൻവെൻട്രി കൂട്ടും. ഇൻവെൻട്രി കൂട്ടിയൊന്നും കാര്യമില്ല, കസ്റ്റമർ ആൾറെഡി അവിടെ ആക്സസ് ഇല്ല, വിസിബിലിറ്റി ഇല്ലെങ്കിൽ അതല്ലേ